പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഡോക്ടർ ഡൂം. യഥാർത്ഥ പേര് വിക്ടർ വോൺ ഡൂം. കഥാപാത്രത്തിന്റെ ഉത്ഭവം മാർവൽ കോമിക്സ്. ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ദ ഫാന്റാസ്റ്റിക് ഫോർ നമ്പർ 5. സൃഷ്ടിച്ചത് സ്റ്റാൻലി ജാക്ക് കിർബി. പ്രധാന വിവരങ്ങൾ. അധികാരദാഹിയായ ശാസ്ത്രജ്ഞൻ. വിക്ടർ വോൺ ഡൂം അസാമാന്യ ബുദ്ധിശക്തിയുള്ള ഒരു ശാസ്ത്രജ്ഞനും അതേസമയം ഒരു സ്വേച്ഛാധിപതിയുമാണ്. ലോകത്തെ ഭരിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം അതിശക്തമാണ്. ലെറ്റ്വേറിയയിലെ ഭരണാധികാരി. കിഴക്കൻ യൂറോപ്പിലെ ഒരു സാങ്കല്പിക രാജ്യമായ ലെറ്റ്വേറിയയുടെ ഏകാധിപതിയാണ് ഡോക്ടർ ഡൂം. സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഭയക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. പ്രധാന ശത്രു. ഫന്റാസ്റ്റിക് ഫോർ എന്ന സൂപ്പർ ഹീറോ ടീമിന്റെയും പ്രത്യേകിച്ച് അതിന്റെ നേതാവായ റീഡ് റിച്ചാർഡ്സ് എന്ന മിസ്റ്റർ ഫന്റാസ്റ്റിക്കിന്റെയും പ്രധാന ശത്രുവാണ് ഡോക്ടർ ഡൂം. ഇരുവരും ഒരേ കോളേജിൽ പഠിച്ചവരാണ്. മുഖം മറച്ച കവചം. ഡോക്ടർ ഡൂമിന്റെ മുഖം ഇരുമ്പ് കവചം കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഒരു പരീക്ഷണത്തിനിടെ സംഭവിച്ച അപകടത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്തിന് ഗുരുതരമായി പരിക്കേറ്റു. അത് കാരണം തന്റെ മുഖം ആരെയും കാണിക്കാതെ ഈ കവചം ധരിക്കുന്നു. ശക്തികൾ. അസാധാരണ ബുദ്ധി. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകളിൽ ഒരാളാണ് ഡോക്ടർ ഡൂം. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും മാന്ത്രികതയിലും അദ്ദേഹത്തിന് വലിയ അറിവുണ്ട്. ആർമർ സ്യൂട്ട്. അദ്ദേഹത്തിന്റെ ലോഹക്കവചം ആർമർ സ്യൂട്ട് സൂപ്പർ ഹീറോകളുമായി പോരാടാൻ ആവശ്യമായ എല്ലാ ശക്തികളും നൽകുന്നു. അതിൽ മിസൈലുകൾ, ലേസർ ബീമുകൾ, സൂപ്പർ ഹീറോകളെ നേരിടാൻ കഴിയുന്ന മറ്റു ഉപകരണങ്ങൾ എന്നിവയുണ്ട്. മാന്ത്രിക ശക്തി. ശാസ്ത്രത്തോടൊപ്പം ഡോക്ടർ ഡൂം മാന്ത്രിക വിദ്യയും പഠിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു. ഡോക്ടർ ഡൂം ഒരു സാധാരണ വില്ലൻ മാത്രമല്ല, സങ്കീർണമായ ഒരു കഥാപാത്രമാണ്. താൻ ചെയ്യുന്നതെല്ലാം സ്വന്തം രാജ്യത്തിന്റെയും ലോകത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എന്നാൽ അത് ലോകം ഭരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് മറയായി ഉപയോഗിക്കുന്നു. മാർവൽ കോമിക്സിലെ ഏറ്റവും ശക്തനും ബുദ്ധിമാനുമായ വില്ലന്മാരിൽ ഒരാളായിട്ടാണ് ഡോക്ടർ ഡൂമിനെ കണക്കാക്കുന്നത്.